എൻ്റെ അളിയ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് ഒരു പ്രശ്നമില്ലായിരുന്നു. അങ്ങോട്ട് കയറി മൊത്തം കൺഫ്യൂഷനായിപ്പോയി. അപ്പോൾ കൺഫ്യൂഷൻ എന്നുള്ളതിന് നമുക്ക് ആശയക്കുഴപ്പം എന്ന് പറയാം അല്ലേ. അപ്പം ദേ ആയിരുന്നു, വേർ ആശയക്കുഴപ്പത്തിന് കൺഫ്യൂസ്ഡ്, ദേ വേ കൺഫ്യൂസ്ഡ് ഇടയിൽ എന്നുള്ളതിന് ഡ്യൂറിങ്. എപ്പോൾ? ദ എക്സാം, ദേ വേ കൺഫ്യൂസ്ഡ് ഡ്യൂറിങ് ദ എക്സാം. ഇനി ആശയക്കുഴപ്പത്തിന് നമുക്ക് കുഴക്കി എന്ന് വേണമെങ്കിലും പറയാം അല്ലേ. അപ്പോൾ ഒരു ചോദ്യം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? എ ക്വസ്റ്റ്യൻ. കുഴക്കി എന്നുള്ളതിന് കൺഫ്യൂസ്ഡിന് പകരം പുതിയ വാക്ക് പറഞ്ഞുതരാം, പസിൽഡ്. എ ക്വസ്റ്റ്യൻ പസിൽഡ് ആരെ? അവരെ, ദം. എ ക്വസ്റ്റ്യൻ പസിൽഡ് ദം. ചോദ്യം കേട്ടതിന് ശേഷം അവർ കുഴങ്ങി എന്ന് തോന്നുന്നു. കുഴങ്ങി എന്നുള്ളതിന് പസിൽഡ്, കൺഫ്യൂസ്ഡ് ഒക്കെ പോലെ നമുക്ക് വേറൊരു വാക്കുകൂടെ യൂസ് ചെയ്യാം. ദേ തോന്നുന്നു എന്നുള്ളതിന് സീം അല്ലെങ്കിൽ അപ്പിയർ. ദേ സീം ടു ബി അല്ലെങ്കിൽ ദേ അപ്പിയർ ടു ബി പെർപ്ലെക്സ്ഡ്. വാക്കെന്താ? പെർപ്ലെക്സ്. ശേഷം എന്നുള്ളതിന് ആഫ്റ്റർ. They seem to be perplexed after hearing the question. ചോദ്യം കേട്ടതിന് ശേഷം കുഴങ്ങിപ്പോയി. എല്ലാം അങ്ങോട്ട് പഠിച്ചിട്ട് നിങ്ങൾ എന്നെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കുകയാണെന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ്